അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആമീസ് വേൾഡ്. ഞാനിന്ന് നല്ല അടിപൊളി ഒരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടന്നാലോ. ആദ്യം ഫ്ലെയിം ഓണാക്കിയിട്ട് നമ്മുടെ ചട്ടി അടുപ്പത്ത് വെക്കണം. എന്നിട്ട് അതിനകത്തേക്ക് അല്പം എണ്ണ ഊറ്റി കൊടുത്ത് അതിൽ ഉലുവ ഇടണം. ഉലുവ ഇട്ടതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ഇട്ട് കൊടുക്കാം. അതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ആ ഉപ്പ് യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കതൊന്ന് കുറച്ച് നേരത്തേക്ക് മൂടി വെക്കാം. കണ്ടോ ഗൈസ്, മൂടി വെച്ച് കഴിയുമ്പോൾ നല്ലതുപോലെ വഴണ്ടി കിട്ടും. അത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ടൊരു പച്ചമുളക്, അല്പം വെളുത്തുള്ളി അല്പം മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് കുറയും. പിന്നെ കുറച്ചധികം ഇഞ്ചി ഇടണം. കാരണം മീൻ കറിക്ക് ഇഞ്ചി കൂടുതലിട്ടാലാണ് ടേസ്റ്റ് കിട്ടുന്നത്. നമുക്കിതെല്ലാം ഒരുമിച്ച് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതൊന്നും കൂടി മൂടി വെക്കാം. കാരണം അതിൻ്റെ ഒരു പച്ച മണങ്ങളെല്ലാം മാറി നല്ലൊരു സ്മെല്ല് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് മൂടി വെക്കുന്നത്. കണ്ടോ, മൂടി തുറക്കുമ്പോൾ നല്ല മണമുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊക്കെ നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കറി ലീഫും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് നേരത്തേക്ക് മൂടി വെക്കാം. അപ്പോഴേക്ക് ഇതിൻ്റെ ഈ പച്ചമണങ്ങളെല്ലാം ഒന്ന് മാറിക്കിട്ടും. മൂടി തുറക്കും നല്ല അടിപൊളി ഒരു സ്മെല്ലായിരിക്കും, നല്ല അടിപൊളി ഒരു മണമായിരിക്കും. നമുക്ക് എന്നിട്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, കുറച്ച് പുളിയും കൂടി ഇട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് അത് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ്, നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ തിള കുറച്ച് കുറയുന്നതായിരിക്കും. പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലതുപോലെ തിളച്ച് വരാൻ വേണ്ടി. ഗൈസ്, ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 20 മിനിറ്റ്സ് നമുക്ക് മൂടി വയ്ക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് മൂടി വെച്ച് വേവിക്കാം നമുക്ക്. അപ്പോൾ 20 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇതിൻ്റെ ചാറിന് നല്ല കൊഴുപ്പും കിട്ടും, മീൻ നല്ലതുപോലെ വേവുകയും ചെയ്യും. ഗൈസ്, ഇത്രയേ ഉള്ളൂ മീൻകറി. നല്ല അടിപൊളി മീൻകറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതാണ് എൻഡ് റിസൾട്ട്. അടിപൊളി മീൻകറിയാണ്.